Hi friends, in the s-presso camera attached. This is s-presso full option one. Full option one is the company camera camera attached. That's why we device. This device is a camera connected. Stereo HD camera. That's warranty. The price is $2,400 price. We will set it up. Now we will remove this panel. Remove the stereo. We will remove the panel. S-presso panel is just -18. Just press it. Indicator hazard and 4 indicator connections on that remove. And just a 4 bolt on 4 bolt remove. Length of the magnetic screwdriver maximum use. Screw chance magnetic screwdriver use. Stereo remove option camera attach connect. We will complaint. This option. This is Maruti use. Maruti idea. This is camera RC cable. Camera remove and the camera box open here. We have another camera. Camera holder and a bit. 80.5 on the then we have camera power cable. Then we have RC cable. 3 items on the RC cable just to set it. And stereo set here. And we dashboard just to variant. We will dashboard. We will side camera camera fittings. We will പലരുടെ ഡൗട്ട് ആണ് ഈ ഒരു ചോപ്പ് കേബിൾ എന്തിനാണ് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കിലേക്ക് എല്ലാവരും സൈഡിൽ നിന്നാണ് റിവേഴ്സിന്റെ ലൈൻ എല്ലാം എടുക്കുന്നത് റിവേഴ്സ് ലൈൻ നമ്മുടെ ബാക്കിലെ റിവേഴ്സ് ലൈറ്റിൽ കൂടെ ഇതിലേക്ക് കയറ്റി വിട്ടാൽ ഇതിനകത്തുള്ള ഔട്ട്പുട്ടിൽ ഇൻപുട്ടിലേക്ക് നമുക്ക് കയറ്റി വിടാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഡയറക്റ്റ് ക്യാമറ ഓപ്പൺ ആവുന്നിട്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇട്ടിട്ട് നമുക്ക് ക്യാമറ ഒന്ന് വലിച്ചു തീർക്കാം Camera is length and pad and remove it. That's why we video record it. Friends, we will remove bolt tail remove it. Just we tail
ഇതാണ് കേട്ടോ നമ്മളെ ക്യാമറയ്ക്ക് വേണ്ടി ഹോൾ അടിക്കുന്നതായിട്ട്. നമുക്കിതിന് കറക്റ്റ് സെൻറ്റർ അറിയണമെങ്കിൽ ഈ ഒരു പോർഷൻ നോക്കിയാൽ മതി. ഈ ഒരു റാഡ് എപ്പോഴും സെൻറ്റർ ആയിരിക്കും നിൽക്കുന്നത്. ഈ ഒരു ഒറ്റ പോർഷൻ നോക്കിയാൽ മതി. എന്നിട്ട് അതിനെ കറക്റ്റ് വെച്ചിട്ട് ഒരു പോർഷൻ വെച്ച് നോക്കിയാൽ മതി. എന്നിട്ട് അതിലും കിട്ടുന്നില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒരു എടുത്ത് പിടിച്ചതിന് ശേഷം നേരെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ ഓപ്ഷൻ തന്നെ കാണിച്ചു കൊടുത്താൽ മതി. അതാണ് അപ്പോൾ ബെറ്റർ. അപ്പോൾ നമ്മൾ റിവേഴ്സ് ലൈനിലാണ് ഇത് വേറെ അറ്റാച്ച് ചെയ്യുന്നത്. നമുക്ക് റിവേഴ്സ് ലൈനിലേക്ക് കണക്ഷൻ ഒന്ന് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് വയർ കട്ടിങ് കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വയർ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. കാര്യം നമുക്ക് രണ്ടാമത് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ക്ലിപ്പ് ഇട്ട് എടുത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ സ്ലീവ് ചെയ്യുക. ക്ലിപ്പ് ഇടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ വയർ കട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലീവ് ചെയ്തെടുക്കുന്നത്. അതാണ് കുറച്ചും കൂടെ നമുക്ക് സേഫ്റ്റി. നല്ലോണം ടേപ്പ് ചെയ്താൽ മാത്രം മതി. ക്ലിപ്പ് കാണാൻ നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്. ക്ലിപ്പ് നമുക്ക് ഏറ്റവും ഡേഞ്ചറായിട്ട് വരുന്ന ക്ലിപ്പാണ്. ക്ലിപ്പിനകത്തൊരു വയർ ടൈറ്റ് ആകുന്ന വരെ ക്ലിപ്പ് ഇരുന്നിരുന്ന് ടൈറ്റായ വയർ ദ്രവിച്ചൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ടേപ്പ് ചെയ്താൽ മതി. 2-3 വട്ടം നല്ല രീതിയിൽ വലിച്ച് ടേപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഇഷ്യൂസ് വരത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ക്യാമറ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിലേക്ക് തിരിച്ച് ടൈലാമ്പ് നമ്മൾ സെറ്റ് ചെയ്യണം. ടൈലാമ്പിൻ്റെ കണക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നും കൂടെ നമ്മൾ ടേപ്പ് ചെയ്യേണ്ടതുണ്ട്. രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് ടേപ്പ് ചെയ്യണം. നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഒരു തവണ ഒരു വയർ നമ്മൾ സ്ലീവ് ചെയ്ത് വേറൊരു വയർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 3 പ്രാവശ്യങ്ങളിൽ ടേപ്പ് ചെയ്യണം. അതായിരിക്കും നമുക്ക് എപ്പോഴും സേഫ്റ്റി. അതിന് ശേഷം രണ്ടും കൂടെ ഇതേപോലെ ജോയിൻറ്റിന് ശേഷം കണക്ഷൻസ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബാക്കിൽ ക്യാമറ എല്ലാം സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ക്യാമറ വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. മുമ്പ് വരുന്ന അറ്റാച്ചിനകത്ത് ഇവിടെ നിന്ന് ഒരു ജെൻറ്റ് വയർ എന്ന് പറഞ്ഞു, അതായത് എർത്ത് വയറുണ്ട്. അത് ബോഡി എർത്ത് ടച്ച് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ടേപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കാര്യം ഈ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഗിയർ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇഗ്നിഷൻ ഓഫാക്കി ഓണാക്കിയാലേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടി ഡ്രൈവറാണ് കിടക്കുന്നത്. ന്യൂട്രാക്കിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഒന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം. വർക്ക്. അപ്പോൾ ക്യാമറ വന്നിട്ടുണ്ട്. ക്യാമറയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ക്യാമറ തലവുത്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്യാമറ ഒന്ന് ലെവൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഉള്ളത്. പിന്നെ എസ്-presso ഞാൻ ഇപ്പോൾ ഊരിയതുകൊണ്ട് ഞാൻ എസ്-presso അധികം പണിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ക്യാമറ അറ്റാച്ചും ഫ്ലോറും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും DRലും മറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫീസിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അറിഞ്ഞൂടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ, ടെക്നീഷ്യനിൽ അറിഞ്ഞൂടാത്തവർക്കാണെങ്കിൽ നമുക്ക് ഫീസ് കയറി വരുന്നത് നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് ഈ സൈഡിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്ന. ഫീസ് വന്നത് ഞാൻ ഇപ്പോൾ ഡാഷ്ബോർഡ് അഴിച്ചതിൻ്റെ പേര് ഞാൻ കണ്ടതാണ്. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, എവിടെയാണ് നമുക്ക് ഫീസ് കേജ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡൗട്ട് എന്താ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും കിടന്ന് പരിധി നോക്കും. അപ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ച് സെറ്റ് ചെയ്യാം. ന്യൂട്രാക്കുമ്പോൾ മാറുകയും ചെയ്യും, നോർമൽ അതുപോലെ തന്നെ വരികയും ചെയ്യും. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ട് കംപ്ലയിൻറ്റ്സ് മറ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം.
എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കോൺടാക്റ്റും എൻ്റെ ഷോപ്പിൻ്റെ പേരും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് വിട്ട് ചെയ്യാം. അതുമാത്രമല്ല എനിക്ക് എൻ്റെ ഷോപ്പെന്ന് വെച്ചാൽ NH നിന്നൊരു 5 മീറ്റർ പോലും ഇല്ല. അതുകൊണ്ട് ഒരുപാട് നോയ്സ് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അത് വേറെ ഒന്നുമില്ല, NH ആണ്, NH സൈഡാണ്. അപ്പോൾ അവിടെ വെച്ച് വീഡിയോ ഒക്കെ ആദ്യം ഒരു വീഡിയോസിലും കുറച്ചൊന്നും വോയിസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് വീഡിയോ ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വീഡിയോ ചെയ്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ടെക്നിക്കൽപരമായിട്ട് ടെക്നീഷ്യന്മാർക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാതുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് വർക്ക് അറിയാത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾക്ക് മാക്സിമം ആരെയും വിളിച്ച് സഹായിക്കാൻ പൊതുവേ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ ഞാൻ ആരും പറഞ്ഞു തരാനും പിടിക്കാനൊന്നും പോകത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എല്ലാവർക്കും ഹെൽപ്പായിട്ട് ഇടുന്നത്. അപ്പോൾ പിന്നെ ഉപയോഗം എന്ന കസ്റ്റമറിന് കുറിപ്പാണ് കാര്യം, അവർ ചെയ്യുന്ന വർക്ക് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ടെക്നീഷ്യന്മാർക്ക് ഇത് ഉപയോഗപ്പെടും. കാര്യം എന്ന് വെച്ചാൽ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ അതേ രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാനൊരു ടെക്നീഷ്യൻ അതിൻ്റെ പേരിലാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം നോക്കാം. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നമോ ഇങ്ങനെ ടെക്നിക്കൽപരമായിട്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.